സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അരങ്ങുവാഴും നേരം. ജോർജ് അഞ്ചാമൻ ചക്രവർത്തിയുടെ കിരീടധാരണ ചടങ്ങ്. ഇന്ത്യയിലെ പല ഭാഗത്തും ഘോഷയാത്രകൾ കൊടുമ്പിരി കൊള്ളുന്നു. പക്ഷേ ഇങ്ങ് അറബിക്കടലിന്റെ ഓരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ കൊച്ചു പ്രദേശത്ത് ആളുകളെ തോക്കിൻ മുനയിൽ നിർത്തി നടത്തിയ ഘോഷയാത്ര ചരിത്രമായി മാറുകയായിരുന്നു. തൻ്റെ ഇടമുള്ള ഒരു ജനവിഭാഗത്തിനു മുന്നിൽ വെള്ളക്കാർ മുട്ടുമടക്കി. ഘോഷയാത്രയിലെ ജോർജ് അഞ്ചാമന്റെ ചിത്രം കൈക്കലാക്കി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഭയം നോടിയ സായിപ്പിന് തൻ്റെ കയ്യിലെ ഇരട്ടക്കുഴൽ തോക്കുകൾ ഊന്നുവടിയാക്കി മാറ്റാനേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ജീവൻ പണയം വെച്ചും തൻ്റെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ കച്ചകെട്ടി ഇറങ്ങിയ ചങ്കുറപ്പുള്ള പ്രദേശത്തിന് ഒരു പേരുണ്ട്: ചാലാട്. ഈ ഘോഷയാത്രയെ തറപറ്റിക്കാൻ മുന്നിൽ നിന്നും നയിച്ച ധീരന്മാരായിരുന്നു മഠത്തിൽ പീടികയിൽ ആമതും, ചെറിയ കൊട്ടാരത്തിൽ ബുഖാരിയും, CH മമ്മുവും, ആടി ഇബ്രാഹിമും, CK ഹുസൈൻ കുഞ്ഞിയും, വാഴിയിൽ അന്ത്രുവും. ഈ സംഭവത്തോടെ ഇവരുടെ നാമം തങ്കലിപികളാൽ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു. ചാലാടിൻ്റെ ഈ ആത്മവീര്യം പിന്നീട് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിലും പ്രതിഫലിച്ചു. പാമ്പൻ മാധവനിലൂടെയും കുറ്റിച്ചിറ കണ്ണനിലൂടെയും കമ്പൗണ്ടർ മാധവനിലൂടെയുമായിരുന്നു അത്. ഇന്നും ചാലാടുകാരുടെ ഞരമ്പുകളിൽ കാണാം ഈ ചോരയുടെ തിളപ്പ്. ചാലാടിൻ്റെ തലസ്ഥാനമായ തടുത്ത വയലിൽ രാവിലെ ഒരു 10 മിനിറ്റ് വിനിയോഗിച്ചാൽ തന്നെ ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണരൂപം കാണാം. വേണുവേട്ടൻ്റെ ബാർബർ ഷാപ്പിലെ കത്രികയുടെ ശബ്ദവും, സാദിക്കിൻ്റെ പീടികയിലെ പഴക്കുലയുടെ ആട്ടവും, മുഷ്താഖിൻ്റെ മുട്ടാപ്പത്തിൻ്റെ കൊതിയൂറും ഗന്ധവും തെല്ലൊന്നും ആസ്വദിക്കാതെ ഒരു ചാലാടുകാരൻ്റെയും ദിവസം പൂർത്തിയാവുന്നില്ല. ഇവിടത്തെ പ്രധാന റോഡിൻ്റെ അരികിലായി മാത്രം 100ഓളം കടകളുണ്ട്. ഇതിൽ ഉമ്പിച്ചിക്കായുടെയും മുസമ്മിൽക്കായുടെയും മെയ്നിക്കായുടെയും ഖാസിക്കായുടെയും ജബ്ബാർ ഖാന്റെയും കടകൾ ഉൾപ്പെടും. മറ്റു നാടുകളിലെ ആൾക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊരത്ഭുതമാണ്. പാതിരാത്രി 12 മണിക്കും 1 മണിക്കും വന്നാലും പരിപ്പും അരിയും കിട്ടുന്ന കണ്ണൂരിലെ ഒരേ ഒരു സ്ഥലം. ചാലാടിൻ്റെ ഇന്നത്തെ തലമുറ പഴമക്കാരോട് എന്നും കടപ്പെട്ടവരായിരിക്കണം. കാരണം വസൂരി എന്ന മാരക വിപത്ത് ചാലാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന സമയം പലരുടെയും അഴുകിയ ശരീരങ്ങൾ തൻ്റെ ശരീരത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ശുശ്രൂഷയും പരിപാലനവും നൽകി നമ്മുടെ പഴയ തലമുറയിലെ ചെറുപ്പക്കാർ നടത്തിയ അശാന്ത പരിശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്നു കാണുന്ന ചാലാടിൻ്റെ ഉയർച്ച. ചാലാട്ട് ദേശത്ത് മഹലിൽ വസൂരും കോട്ടറയും കൊണ്ട് അനവധി ജനങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ദിവസം 1 2 ആണ് മരിച്ചത്. ചെറുത് കുട്ടികൾ വരിക അവിടെ കിട്ടൻ വൈദ്യർ, ഗോപാൽ വൈദ്യർ, പിന്നെ ചാലാട് ചില ഭാര്യക്കാർ കഴുകൂടി വെച്ചിട്ട് ഒരു നമ്മളാണ് ചികിത്സിക്കുന്ന ആളെ കൊണ്ടാണ്, രോഗം നോക്കുന്ന ആളെ കൊണ്ടാണ് അവരോടെല്ലാം പരിപാലനം വന്നത്. ഒന്ന് മയ്യത്തടിക്ക് വന്നത് ഉടനാണ് പിന്നെ ഒരു മയ്യത്താണ്. അങ്ങനെ അനവധി മയ്യത്ത് പോയത്, എത്രയോ ആയിരം മയ്യത്ത് ഞാൻ പരിപാലിച്ചവരാണ്. സപ്പോർട്ട് പള്ളിക്കൽ മൊഹാമെല്ലാം പോയി തെക്കാവുന്ന ആരംഭം. അന്ന് പാർട്ടി 2ആണ്, ചാലാട്ട് പാർട്ടി 2ആണ്, 2 ജുമയാണ്. അതിൻ്റെ പുറകെ കൊല്ലത്തിൽ റമദാന് മുമ്പ് പള്ളിയിൽ വെച്ച് നേർച്ച വെച്ച് അത് ഇന്നും നടന്നു വരുന്നുണ്ട്. അന്ന് കഴിഞ്ഞ അനുഭവം ഇന്നും അല്ലാതെ നോക്കിക്കൊണ്ട് ഉണ്ടായിട്ടില്ല. ചാലാട് ദിവസത്തിൽ എല്ലാവരും കൂടി ഒന്നായി കൂടി പ്രവർത്തിച്ചാണ്. ഈ കരുതലും സ്നേഹവും സഹായ മനസ്കതയും വറ്റാത്ത ഒരു സമൂഹമാണ് ഇന്നും ചാലാടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചാലാട് മദ്രസയിലെ നബിദിന റാലിക്കും ചാലാട് അമ്പലത്തിൽ നിന്നും തളാപ്പ് അമ്പലത്തിലേക്കുള്ള തേരിനും ഒരേ സ്വീകാര്യത ലഭിക്കുന്നതും. ഇവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ ചാലാടുകാരനും മുൻ MLA-യുമായ പാമ്പൻ മാധവന്റെ നേതൃത്വത്തിൽ അമ്പല മൈതാനിയിൽ വെച്ച് സവർണ സ്ത്രീകളുടെ ഘോഷയാത്ര തടഞ്ഞുവെച്ച് ഞങ്ങളും മനുഷ്യരാണ് എന്ന പ്രഖ്യാപനം നടത്തിയ സമയത്ത് തന്നെ ചട്ടകൃഷ്ണന്റെ കൂടെ വണ്ണാന്റെ വിട മമ്മുവും കൂടി നാട്ടിലെ അവർണർമാർ താമസിച്ചിരുന്ന പടന്നപ്പാലത്തെ മരത്തൻ കണ്ണന്റെ ചാളകളിൽ ചെന്ന് കഞ്ഞി കുടിച്ച് നവോത്ഥാന യുഗത്തിന് തിരിതെളിക്കുകയും ചെയ്തു. ചാലാടിന്റെ ഈ കൂട്ടായ്മയിൽ വിള്ളൽ വീഴ്ത്തി ചില സമയത്ത് രാഷ്ട്രീയ വിഷയത്തിൽ ചില സൗന്ദര്യ പിണക്കങ്ങൾ നടന്നാലും ലോകത്തെവിടെയെങ്കിലും ഒരു ലോകകപ്പ് ഫുട്ബോളിന്റെ കേളികെട്ട് ഉയരും വരെ മാത്രമേ അതിനായുസുണ്ടാവൂ. പിന്നെ ചാലാട് തടുത്ത വയലിൽ നിന്നാൽ ഒരുപക്ഷെ നമ്മൾ ബ്രസീലിലോ അർജന്റീനയിലോ ഇംഗ്ലണ്ടിലോ സ്പെയിനിലോ എത്തിയ പ്രതീതി ആയിരിക്കും. ഫുട്ബോളിൽ ഓരോ താരങ്ങളും സ്വന്തം ടീമിന്റെ പേര് ചേർത്ത് പരിചയപ്പെടുത്തുന്നതിന് തുല്യമാണ് ഓരോ ചാലാടുകാരനും സ്വയം പരിചയപ്പെടുത്തുന്നത്.
പേരിൻ്റെ വാൽക്കഷ്ണമായി പഴമയുടെ സൗന്ദര്യം വെളിവാക്കുന്ന തറവാട് പേരും ഉണ്ടാവും. കണ്ടി എന്ന് അവസാനിക്കുന്ന തറവാട് പേരാണ് അതിൽ ഏറിയ പങ്കും. അതിലെ തന്നെ ആലത്താൻ കണ്ടി തറവാടിനായിരുന്നു പണ്ട് കാലത്ത് ചാലാട് മഹല്ല് ജമാഅത്തിന്റെ നിയന്ത്രണങ്ങൾ കൈയാളാൻ അധികാരമുണ്ടായിരുന്നത്. പിന്നെ പഴയ നാടുവാഴി തമ്പുരാക്കന്മാർ വാണിരുന്നത് ജയന്തി റോഡിന് അവസാന ഭാഗത്തുള്ള വെള്ളാറ്റിൻകര തറവാട്ടിലും. ഒരുപാട് മഹാരഥന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് ഇവിടം. നാനാജാതി മതരാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പന്മാർ വരെ ജനങ്ങളുമായി സംവദിച്ചു പോന്നിരുന്നു. അതിൽ പ്രധാനിയാണ് മദീനയിൽ നിന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് അനുയായികളോടൊപ്പം പുറപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ബാദുഷയും സംഘവും. പിന്നീട് ഇവർ തമിഴ്നാട്ടിലേക്ക് പോയെങ്കിലും ഇവരുടെ കടൽ യാത്രക്കിടയിൽ മരണമടഞ്ഞ സയ്യിദന്മാരുടെ മയ്യത്ത് പെട്ടിയിലാക്കി കടലിൽ ഒഴുക്കിയപ്പോൾ അത് പള്ളിയാമൂലയിൽ അടിയുകയും അവിടെ തന്നെ മറമാടി പിന്നീട് ഇന്ന് കാണുന്ന പള്ളിയാമൂല മഖാമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു മംഗലാപുരത്ത് കാലിപ്പട്ടണത്തിൽ ജനിച്ച ലബ്ബസാഹിബ് തങ്ങൾ എന്ന സൂഫി വര്യന്റെ വരവും. ലബ്ബസാഹിബിനു വേണ്ടി കോടിച്ചി എന്ന സ്ത്രീയുടെ പേരിലുള്ള സ്ഥലം നടുവിലക്കണ്ടി പോക്കർ വാങ്ങുകയും അതിലൊരു ഭാഗം ലബ്ബസാഹിബ് തങ്ങൾക്ക് തെക്യാവ് നിർമ്മിക്കാൻ നൽകുകയും ചെയ്തു. ഈ തെക്യാവിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു ലബ്ബസാഹിബ് തങ്ങളുടെ ശിഷ്യനായ മീത്തലെ പീടികയിലെ എറജിബ് തങ്ങൾ എന്നവരുടേത്. അതിന്റെ സ്മരണാർത്ഥം ഇദ്ദേഹത്തിന്റെ ചാലാടുകാർ തെക്യ പള്ളിയുടെ മുമ്പിൽ തന്നെ അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യവും ഒരുക്കി. കലാപരമായും വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ഒരുപാട് പേർക്ക് ജന്മം കൊടുക്കാൻ ചാലാടിനായി. അതിൽ പ്രധാനിയാണ് മാപ്പിളപ്പാട്ട് ലോകം കുട്ടിയാലിക്ക എന്നു പേരിട്ട് വിളിക്കുന്ന കുട്ടിയാലി സാഹിബ്. കലയ്ക്ക് വളക്കൂറുള്ള മണ്ണാണ് ചാലാടിൻ്റേതെന്ന് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത മഹാനായിരുന്നു കുട്ടിയാലി സാഹിബ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. ചാലാടിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട കുട്ടിയാലിക്കയെക്കുറിച്ചാണ്. കാരണം ഒരുപാട് നല്ല ഗാനങ്ങൾ മാപ്പിളപ്പാട്ടിന് സമ്മാനിച്ച ഒരു മഹാനായ എഴുത്തുകാരനാണ് കുട്ടിയാലിക്ക. ഞാൻ ഇപ്പോൾ പാടിയ മനസ്സിൻ്റെ ഉള്ളിൽ 10 ചുറയുള്ള ടക്ക് ടക്ക് മാരൻ അണയുമ്പോൾ, അങ്ങനെ ഒരുപാട് നല്ല ഗാനങ്ങൾ കുട്ടിയാലിക്ക മാപ്പിളപ്പാട്ടിന് സമ്മാനിച്ചിട്ടുണ്ട്. പഴയ തലമുറയും അതുപോലെ എൻ്റെ കാലഘട്ടത്തിലുള്ള തലമുറയും വരാൻ പോകുന്ന തലമുറയടക്കം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയാണ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മാപ്പിളപ്പാട്ടിന് ചെയ്ത സംഭാവന വിലമതിക്കാനാവാത്തതാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ സന്ദർഭത്തിൽ ചാലാടിനെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിയാലിക്കയെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. പാമ്പൻ കുന്നിന് സമീപം കലച്ചിയേടത്ത് മമ്മുവിൻ്റെ കെട്ടിടത്തിൽ ഏകാധ്യാപക വിദ്യാലയത്തിലൂടെ തുടങ്ങിയ ചാലാടിന് പിന്നീട് നിരവധി സ്കൂളുകൾ ചാലാടിൻ്റെ പുരോഗമനത്തിന് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടു. ഇതിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന 2 സ്ഥാപനങ്ങളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാപ്പിള LP സ്കൂളും ഗവൺമെൻറ് UP സ്കൂളും. മതവിദ്യാഭ്യാസ രംഗത്ത് വേറിട്ട പാതയിലാണ് ചാലാടിൻ്റെ യാത്ര. 1919 സ്ഥാപിക്കപ്പെട്ട ചാലാട് അഞ്ജുമൻ ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയും ഇതിനു കീഴിലുള്ള പള്ളിയാമൂല പഞ്ഞിക്കയിൽ മദ്രസയും പിന്നെ സലഫി മദ്രസയും ഹിറ മദ്രസയും ഇതിന് മകുടോദാഹരണങ്ങളാണ്. ഇതിൽ അഞ്ജുമൻ ഇൽഫത്തുൽ ഇസ്ലാം മദ്രസ കണ്ണൂർ ജില്ലയിൽ 2ാമത്തെയും മലബാറിൽ തന്നെ ഏറെ ചർച്ചയ്ക്ക് പാത്രമായതുമാണ്. എന്നാൽ ചാലാടിന്റെ മേഘങ്ങളെ തൊട്ടുണർത്തി അമ്പരചുംബിയായി നിൽക്കുന്നത് 1.5 നൂറ്റാണ്ട് മുമ്പ് 7 തവണ പുതുക്കി പണിത് ചാലാടിന്റെ മുഖമുദ്രയായ ചാലാട് ജുമാ മസ്ജിദാണ്. ചാലാടിനരികിലുള്ള തളാപ്പും അലവിലും ഒരുമിച്ച് ഒരു വലിയ മഹലായിരുന്നു ചാലാട് മഹൽ. എന്നാൽ 1910 തീവണ്ടിയുടെ വരവോടെ റെയിൽവേ പാളത്തിനു മറുവശത്തായ തളാപ്പ് പ്രദേശം ചാലാടിൽ നിന്നും അടർന്നു, ക്രമേണ അലവിലും. 1990 ആദ്യമായി ജനാധിപത്യ വ്യവസ്ഥയിൽ നിലവിൽ വന്ന മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് LV അഹമ്മദ് ഹാജി ആയിരുന്നു ഇന്ന് കാണുന്ന ഈ പള്ളിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചത്. കണ്ണൂരിലെ ഏറ്റവും സുന്ദരമായതും വലുതുമായ പള്ളികളിൽ പ്രധാനിയാണ് ചാലാട് ജുമാഅത്ത് പള്ളി. ഈ പള്ളിയെ പുറം നാട്ടുകാർ അത്ഭുതത്തോടെ വീക്ഷിക്കുകയും അതിനു മുന്നിൽ നിന്നും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനായി തിടുക്കം കൂട്ടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഓരോ ചാലാടുകാരനും അഭിമാനം തോന്നും. ഞാൻ ഒരു ചാലാടുകാരനായി ജനിച്ചത്.
ജോർജ് അഞ്ചാമന്റെ ചിത്രം കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞ് ഏതൊരു വെള്ളക്കാരന്റെ മുന്നിലും സ്വന്തം നാടിന്റെ അഭിമാനം അടിയറവ് വെക്കരുത് എന്ന് മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ ഇന്നിന്റെ ചാലാട് നടന്നു നീങ്ങുകയാണ്, മുൻപിലുള്ള കള്ളിമുൾച്ചെടികളെ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞുകൊണ്ട്. UAE ചാലാട് മഹൽ അസോസിയേഷൻ കൂട്ടായ്മ അതിനുള്ള വാതായനങ്ങൾ തുറന്നിടുകയാണ്. ഇതിന്റെ ചുവട് പിടിച്ച് നമുക്ക് നീങ്ങാം, ചാലാടിന്റെ സൽപ്പേര് മായാതിരിക്കാൻ.